ആന്റി എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ. മോൾ ഉറങ്ങുന്നില്ലേ? മോക്ക് ഉറക്കം വരുന്നില്ല ആന്റി. എന്നാ വാ, മോൾ ആന്റിയുടെ കൂടെ ഇരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയാം. മോക്ക് ഈ വീട്ടിൽ ആരോടാ കൂടുതൽ ഇഷ്ടം? എന്തിനാ ആന്റി? വെറുതെ ആന്റിക്കൊന്നും അറിയാനാ. അത് 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 എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ആന്റിയോടാ. എന്നോടോ? നീ ആട് കൊള്ളാലോടി. മോനെ ഇടിക്കായിരിക്കും. അല്ല ആന്റി, ഞാൻ നേരെ പറഞ്ഞേ. ആന്റി സ്മാർട്ടാ. അതുകൊണ്ടാ. മോക്ക് സ്മാർട്ട് ആയിക്കൂടെ? ഞാൻ സ്മാർട്ട് ആയാല് മുത്തശ്ശിക്ക് പിടിക്കൂല. ഡാൻസ് കളിക്കാനും പാട്ട് കേൾക്കാനും വീഡിയോ കാണാനും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. പക്ഷേ മുത്തശ്ശി സമ്മതിക്കില്ല. മുത്തശ്ശിക്ക് എല്ലാം ടൈം ടേബിളാ. മോക്ക് മുത്തശ്ശന് ഇഷ്ടമാണോ? മുത്തശ്ശൻ പാവാ. മുത്തശ്ശിയോ? ആന്റി മുത്തശ്ശിയോട് പറയോ? ആന്റി ആരോടും പറയില്ല. മോള് പറഞ്ഞു. മുത്തശ്ശി ഒരു മൂശാട്ടിയാ. എന്നാലും എന്നോട് ഇഷ്ടമുണ്ട് കേട്ടോ. ആന്റി പറയോ? ആന്റി ആരോടും പറയില്ല മോളെ. മോളോട് മുത്തശ്ശിക്ക് ഇഷ്ടമാണെങ്കിൽ മോക്കെന്തിനാ മുത്തശ്ശിയോട് ദേഷ്യം? ദേഷ്യമൊന്നുമല്ല. അതേ, എനിക്ക് ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി സമ്മതിച്ചില്ല. നഴ്സറിയില് അനുമോക്കും നിഷമോക്കും എല്ലാവർക്കും ഡാൻസ് അറിയാം. എനിക്കൊന്ന് പഠിക്കണം. പക്ഷെ മുത്തശ്ശി സമ്മതിക്കില്ല ആന്റി. ശരി, മോള് വിഷമിക്കണ്ട. നമുക്ക് ആന്റി ഡാൻസ് പഠിപ്പിച്ചു തരാം. പക്ഷെ ഒരു കണ്ടീഷൻ, ആന്റി പറയുന്ന പോലെ അനുസരിക്കണം. ഓക്കെ? ശരി ആന്റി. ഈ പ്രിന്റിംഗ് നന്നായിരിക്കുന്നല്ലേ ചേച്ചി? ഡോക്ടർ സാറേ, ആ കാറിന് കീയം തരാം. എനിക്കൊന്ന് ബീച്ച് വരെ പോകാനാ. അതിന് മഞ്ജുവിന് കൊടുത്ത വഴികളൊന്നും പരിചയമില്ലല്ലോ. പിന്നെ എങ്ങനെ? അതിന് കീഴായിട്ടാണല്ലോ എണ്ണം കൂടെ പോകുന്നത്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പോകുന്നൊക്കെ കൊള്ളാം, പക്ഷെ മമ്മി വരുന്നതിന് മുമ്പ് അണ്ണനിങ്ങ എത്തണം. അല്ല, വണ്ടി ഓടിക്കാൻ അറിയോ? കണ്ടോ? വാ വാ. ചേട്ടത്തിനെ, പാർട്ടിക്ക് വണ്ടി ഓടിക്കാൻ അറിയോ? അതോ എവിടെയും കൊണ്ട് ചേർത്തു? അതൊന്നുമില്ല. ആർക്കറിയാം? ടാറ്റാ മോളെ. ടാറ്റാ. നടന്ന് ക്ഷീണിച്ചു. ചേച്ചി, ക്ഷീണം മാത്രം നമുക്ക് കുറച്ച് കപ്പലിന് ഞാൻ ചോദിച്ചാൽ ഒന്നും വാങ്ങിച്ചു കഴിക്കരുതെന്നാ മുത്തശ്ശിയുടെ ഓർഡർ. അതിന് മുത്തശ്ശി കാണുന്നില്ലല്ലോ. വേണ്ട വേണ്ട, കപ്പലൻ്റെ ഒന്നും വേണ്ട. നമുക്കത് അവിടെ പോയിരിക്കാം. സിനിമയിൽ അഭിനയിക്കാൻ വലിയ ആഗ്രഹമാണല്ലേ? ആര് പറഞ്ഞു? അത് ടിങ്കുന്റെ മുഖം കണ്ട് അറിഞ്ഞു. സത്യം പറയാലേ ചേച്ചി, സിനിമ അഭിനയിക്കുക എന്നാണ് എന്റെ ജീവിത ലക്ഷ്യം. എനിക്കൊരു മമ്മൂട്ടിയാണ്. ചേച്ചി മമ്മൂട്ടി അറിയോ? ഏത്? ഫിലിം സ്റ്റാർ മമ്മൂട്ടിയല്ലേ? അതേ ചേച്ചി, നമ്മുടെ സൂപ്പർ സ്റ്റാർ. ഓ, നമ്മുടെ നബീസയുടെ ഇക്ക. ഏത് നബീസ, ഏത് ഇക്ക? എന്റെ കൂടെ പഠിച്ച നബീസയുടെ ബ്രദറാണ് ഈ മമ്മൂട്ടി. എന്റെ വീട് എറണാകുളത്തല്ലേ? എന്റെ വീടിന്റെ 4ാമത്തെ വീടാണ് മമ്മൂട്ടിയുടെ വീട്. തന്നെ. ടിങ്കുന്റെ കാര്യം വേണമെങ്കിൽ ഞാൻ മമ്മൂട്ടിയോട് പറഞ്ഞ് ശരിപ്പെടുത്താം. പറയൂ ചേച്ചി. ഓ യെസ്. ഹോ, എന്റെ മനസ്സാണ് ചേച്ചി മാത്രമേ ഉണ്ടായുള്ളൂ. സത്യം പറയാലേ ചേച്ചി, കൂട്ടിലുടെ കിളിയെ പോലെയാണ് ഞാൻ വീട്ടിൽ താമസിക്കുന്നത്. എന്റെ നശിച്ച ജീവിതം ഉപേക്ഷിച്ച് അനന്തമായ ആകാശത്തോടി സ്വതന്ത്രമായി പറന്നു നടക്കണം. എന്നാ പിന്നെ ടിങ്കുന് പറഞ്ഞൂടെ? മുത്തശ്ശി കൈയും കാലും നല്ല ഓടിക്കും. ടിങ്കു ഇങ്ങനെ മമ്മി പേടിച്ചിരുന്നാലേ മമ്മൂട്ടിയാവാൻ പറ്റില്ല. ഞാൻ പറയുന്ന പോലെ അനുസരിച്ച ടിങ്കുവിന് ഞാൻ മമ്മൂട്ടിയൊക്കെ തരാം. തരൂ ചേച്ചി. അപ്പൊ ആന്റി എന്റെ ഡാൻസ് അത് ഞാൻ പഠിപ്പിച്ചുതരാം മോനെ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നിൽക്കണം. ചേച്ചി പറയുന്ന എന്ത് ഞാൻ കേൾക്കാം. വെരി ഗുഡ്. ആദ്യം നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരും നമ്മൾ കയ്യിലെടുക്കണം. ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് നിങ്ങൾ എന്നോട് പറയണം. ഫോർ എക്സാമ്പിൾ ആന്റിക്ക് സെൻസർ ഓഫീസും ഡിസിപ്ലിനും വീട്ടിലെല്ലാവരും അടുക്ക് ചിട്ടയുമായി നടക്കണം, എക്സെട്രാ എക്സെട്രാ. അതുപോലെ അങ്കിളിന് എന്തൊക്കെയാണ് ഇഷ്ടം? ഡാഡിക്ക് ഇങ്ങനെ ചെടികളൊക്കെ നട്ടു വളർത്തുന്നതിനോടാണ് താല്പര്യം. ചേച്ചി കേൾക്കണം. ഒരു ദിവസം എന്താ ഡാഡി ഇതേ വന്നേ.
എനിക്ക് ദേ ഈ പൂ എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയാമോ? ഇല്ല. ആ, അതിങ്ങനെ മുട്ടായി വളർന്ന് വിടർന്ന് വീണ്ടും, ഞാൻ പറയുന്നത് കേൾക്കണം, ആ വിടർന്ന് വലുതായി ഇങ്ങനെ കൊല കൊല കൊലയായിട്ട്. ഇനി ഗീത ചേച്ചിക്ക് എന്തിനോടാ ഇഷ്ടം? ചേട്ടത്തിക്ക് എന്തിനോടാ ഇഷ്ടം? ഞാൻ പറയാം ആന്റി. മമ്മി എന്നെ രാവിലെ കണ്ണാടിയുടെ മുമ്പില് ഇങ്ങനെ 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 ഇങ്ങനെ. അപ്പൊ ഗീത ചേച്ചിക്ക് ഡാൻസ് ചെയ്യാൻ അറിയോ? ആ മമ്മി മുത്തശ്ശിയെ പേടിച്ചിട്ട് എന്നും വാതിലടിച്ചിട്ട് ഡാൻസ് ചെയ്യൂ. ഷോ, ആ വീട്ടിൽ ഡാൻസ് ചെയ്യാൻ പോലും പാടില്ലെന്ന് പറഞ്ഞാലോ? കഷ്ടം തന്നെ. ആ, ചേട്ടന്മാർക്ക് എന്തൊക്കെയാ ഇഷ്ടം? രാജേട്ടനും സുരേഷേട്ടനും ചീട്ട് കളിക്കാൻ വലിയ ഇഷ്ടം. ചീട്ട് കളിക്കാൻ? ആ, ഒരു ദിവസം ഇവിടെ ആരെയും കാണുന്നില്ല. ആഹാ, ഓഫീസിനകത്ത് ഇതാണ് പരിപാടി അല്ലേ? എന്ത് എന്ത് പരിപാടി? തീർച്ചകളി, വെള്ളാടി, ചീട്ടുകളി. ആ, കൊള്ളാം. ഇതുപോലെ വീട്ടിൽ ചെന്ന് പോയാൽ നിന്റെ തലക്കിട്ടടിച്ചു. നീ എവിടെ വെച്ചിട്ടാ അതിന്റെ അകത്ത് കയറി വന്നത്? ഓഫീസിൽ കയറി വരുന്നതിന് ചില മാനേഴ്സ് ഒക്കെ അല്ലേ? ബ്ലഡി ഫൂൾ. വെള്ളാടിച്ച നന്നായിട്ട് വരട്ടണ. ഇന്ന് മമ്മ എടുത്ത് പറഞ്ഞിട്ട് ബാക്കി കാര്യം. ആ, നീ ചൂടാകാന്നില്ലേ? കാര്യങ്ങൾ പറയണ്ട. നീ ചൂടാകാതെ. ഇവിടെ വരൂ. നിനക്കിപ്പ എന്താ വേണ്ടത്? ആ, ഞാൻ ഒരു 25 രൂപ കടം ചോദിക്കാമെന്ന്. 25 രൂപയെ എന്നാ കൊണ്ടുപോയി സൂയിക്ക്. 100 ഈ പ്രായത്തിൽ ഇത് പോരാ. ഇത് ഇവിടെ വെച്ചോ. അത് ശരിയാ. ആ, നീ വീട്ടിൽ ചെന്ന് മമ്മിയോട് ഇവിടെ നടന്നു അറിയരുത് പറയുന്നത് കേട്ടോ. ശരി ശരി. ഓ. ആ, മമ്മി ചോദിച്ചാലേ ഞങ്ങളുടെ അക്കൗണ്ട്സ് ഒക്കെയാണെന്ന് പറയണം. മറക്കല്ലേ? ആ ചേട്ടന്മാരെ, ഇനിയും ചിലപ്പം പൈസക്ക് ആവശ്യം വരും. അങ്ങനെയാണോ സമീപിക്കാം. ഓക്കെ. ബ്ലാക്ക് മെയിലിംഗ്. അപ്പൊ വെള്ളം അടിക്കാറുണ്ടോ? വീട്ടിൽ ഇരുന്ന് കളിക്കാൻ നട്ടലില്ലാതെ ഒരു സ്ഥാപനത്തിലിരുന്ന് ചീട്ട് കളിക്കും വെള്ളടിക്കൊക്കെ ചെയ്യുന്നത് ശരിയല്ല. എന്താ മമ്മിയോട് പറയത്തത്? പൊന്മുട്ട വരുന്ന താറാവിന് ആരെങ്കിലും കൊല്ലുവച്ചി. അവരുടെ ഓഫീസിൽ നിന്ന് കളിക്കുന്ന ഈ കോളം ദിവസം ഇടയ്ക്കിടയ്ക്ക് ചില്ലറ കിട്ടാറുണ്ട്. ചില ദിവസം പോക്കറ്റ് മണി തരില്ലെന്ന് പറയുമ്പോ ഞാൻ ഇപ്പൊ മമ്മയുടെ അടുത്ത് പറയുന്നു പറയും വേറെ പൈസ വാങ്ങിക്കാറുണ്ട്. അപ്പൊ ടിങ്കുന് ബ്ലാക്ക് മെയിലിംഗ് അറിയാല്ലേ? അയ്യോ ചേച്ചന്റെ മമ്മൂട്ടി. അത് ഞാൻ ഏറ്റുന്നേ. അപ്പൊ ആന്റിയുടെ ഡാൻസോ? അതും ഞാൻ ഏറ്റു. ഇന്ന് വീട്ടിൽ പോയി നമുക്കൊരു പ്ലാൻ ഉണ്ട്. അത് ഞാനെത്തി. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഞാൻ ചെല്ലും. ചേട്ടാ ഇത് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഇത്? പാംസ്ട്രീ ആണല്ലോ. നിനക്കിത് എവിടെ കിട്ടി? അയ്യോ എന്റെ അല്ല കേട്ടോ, മഞ്ജു ചേച്ചിയതാ. ചേച്ചി എത്ര നന്നായിട്ട് കൈ നോക്കുന്നറിയോ? ഞാൻ ചുമ്മാ എടുത്തുനിന്ന് മറിച്ചു നോക്കിയതാ. ഞാനിവിടെ ഉണ്ടേ. എന്തോ ഉച്ചത്തില വിളിച്ചു നോക്കി. മമ്മി ഉണ്ടായിരുന്നപ്പോ കെട്ട് കെട്ടിച്ചേന്. ആ, ഇതാര് മഞ്ജുവോ? ടിങ്കു, എന്റെ മുറിയിലിരുന്നൊരു പുസ്തകം കാണുന്നില്ലല്ലോ. ഇതാണോ? ആഹാ, നീ ഈ പുസ്തകം കൊണ്ട് നടക്കണോ? ഞാനിത് അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും. അസ്ത്രശാസ്ത്രം ഞാനും ഒന്ന് പഠിക്കാന്ന് കരുതി. നീ ഇപ്പൊ അസ്ത്രേഖ ശാസ്ത്രം ഒന്നും പഠിക്കണ്ട. ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പഠിച്ചാ മതി കേട്ടോ. ഓ, അല്ല, മഞ്ജു നന്നായിട്ട് കൈ നോക്കുമെന്ന് കേട്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ. മഞ്ജു, എന്റെ കൈ ഒന്ന് നോക്കിക്കേ. അയ്യോ വേണ്ട ഏട്ടാ. മഞ്ജു, ഞാൻ ഇന്ന് പുതിയൊരു കോൺട്രാക്റ്റിൽ ഒപ്പിടുന്ന ദിവസമാണ്. അതെങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ അറിയാമല്ലോ. ആ പ്ലീസ് മഞ്ജു. ശരി. ആ പക്ഷെ ഒരു കാര്യം, ഞാൻ കൈ നോക്കുമ്പോ ആരും അടുത്തുണ്ടാവുന്ന എനിക്കിഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. എടാ നീ വെക്കേ പോടാ. എന്ത് പറ്റി? ഈ
കൈ ആരും കാണിക്കരുത്. എന്റെ ലൈഫിൽ ഞാൻ ഇതുപോലൊരു കൈ കണ്ടിട്ടില്ല. എന്താ അത്രയ്ക്ക് മോശമാണോ? രാജേട്ടൻ ഇവിടെയൊന്നും നിൽക്കേണ്ട ആളല്ല. ഒരു വേൾഡ് ചാമ്പ്യൻ ആകേണ്ടതാ. ചാമ്പ്യനോ? കപിൽ ദേവിനെ പോലെ ഒരു ക്രിക്കറ്റർ ആകേണ്ടതായിരുന്നു. അതിന് ഞാൻ ചെറുപ്പത്തിൽ ഒരു കുട്ടിയും പോലും കളിച്ചിട്ടില്ല. നോക്കട്ടെ നോക്കട്ടെ. പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ബില്ലിയേഴ്സ് കളിക്കാറുണ്ടോ? ഇല്ല. ചെസ്സോ? അങ്ങനെ വരട്ടെ. പ്ലേയിങ് കാർഡ്സ്? അത് പിന്നെ എന്താ അതുമില്ലേ? മഞ്ജു, യു ആർ റിയലി ഗ്രേറ്റ്. താങ്ക് യു. റമ്മി കളിയിൽ എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആ കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഏതെങ്കിലും ഒരു കളിയിൽ എക്സ്പെർട്ട് ആയിരിക്കുമെന്ന്. ആ പ്ലേയിങ് കാർഡ്സിൽ ആരും തോൽപ്പിക്കാറില്ലെന്നല്ലേ പറഞ്ഞത്? അതെ. നാളെ നമുക്കൊരു കൈ നോക്കാം. അയ്യോ, ഇവിടെ ഇരുന്ന് കളിക്കാനോ? മമ്മി അറിഞ്ഞാൽ? അതിന് വീട്ടിൽ കാശ് വെച്ച് ഗാംബ്ലിംഗ് ഒന്നും നടത്തുന്നില്ലല്ലോ. അത് വേണോ? സാർ ഇങ്ങനെ പേടിച്ചാലോ? ഞായറാഴ്ച ആന്റി പുറത്തു പോകുമ്പോൾ നമുക്ക് കളിക്കാം. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. മഞ്ജു ഇവിടെ ഇരുന്നേ. ചേച്ചി എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? മഞ്ജു നന്നായിട്ട് കൈ നോക്കുന്നു രാജേട്ടൻ പറഞ്ഞല്ലോ, ശരിയാണോ? എന്റെ കൈയൊന്ന് നോക്കിക്കേ. ആ കൈയൊക്കെ നോക്കാം. പക്ഷെ അതിനുമ്പ് ഒരു കാര്യം. എന്താ? ഞാൻ കൈ നോക്കി പറയുന്ന സത്യമാണെങ്കിൽ അതങ്ങ് തുറന്ന് സമ്മതിക്കണം. ശരി. തുറന്നു പറയുന്നതിൽ വിഷമമില്ലല്ലോ? ഇല്ല. ചേച്ചി ആളൊരു കേമി തന്നെ. വിവാഹത്തിന് മുമ്പ് എല്ലാ പെണ്ണുങ്ങളെയും പോലെ ചേച്ചിക്കും ചില റൊമാൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. ദേ കള്ളം പറയരുത്. ഞാനല്ല പറയുന്നത്, ഈ കയ്യിലെ രേഖയാ പറയുന്നത്. നിങ്ങളത് ലവ് മാരേജ് ആയിരുന്നോ? അല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ദേ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. കള്ളം പറയണേ ഞാൻ ഇനി പറയുന്നില്ല. ഇല്ല, കള്ളം പറയില്ല. എന്നാ പറ, നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ചേച്ചി രാജ്യത്ത് നമ്മെ കണ്ടിട്ടില്ലേ? ആ കഥ മുറിച്ചേ. കഥമൊക്കെ ഞാൻ അടച്ചോളാം. ഇനി പറ. ഞാൻ രാജേട്ടനെ ആദ്യമായി കണ്ടത് നല്ല കോളേജിലേക്കാണ്. അന്ന് എന്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസോ? അപ്പൊ ചേച്ചിക്ക് ഡാൻസ് അറിയോ? അറിയാം. ഈ സത്യം ഇവിടെ ആർക്കും അറിഞ്ഞൂടാ. അന്ന് രാജേട്ടന് എന്റെ ഡാൻസ് നന്നായി ഇഷ്ടപ്പെട്ടു. ഡാൻസോ അതോ ഡാൻസ് അറിയോ? രണ്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞു ശരിയല്ലേ? എന്നിട്ട് ലവ് മാരേജ് അല്ലെന്ന് കള്ളം പറഞ്ഞു. നിങ്ങൾ കല്യാണത്തിന് മുൻപ് പരിചയക്കാരായിരുന്നെന്ന് ഇവിടെ ആർക്കും അറിയില്ല. അറിഞ്ഞ മമ്മി അന്ന് എന്നെ ഇവിടുന്ന് ഇറക്കി വിടും. പിന്നെ കല്യാണം കഴിഞ്ഞ് 5 വയസ്സുള്ള ഒരു കുട്ടിയായി. ഇപ്പോഴല്ലേ ഇറക്കി വിടാൻ പോകുന്നത്? ചേച്ചി ചേച്ചി, എനിക്ക് ഡാൻസിന് 2 സ്റ്റെപ്പ് കാണിച്ചു തരാം. അയ്യോ, ഞാനതൊക്കെ മറന്നു. പഠിച്ചത് വല്ലവരും മറക്കോ? വാ ചേച്ചി, നമുക്ക് ടെറസിലേക്ക് പോവാം. ഞാനില്ല. മമ്മി അറിഞ്ഞാൽ ഡാൻസ് ചെയ്യുന്ന അത്ര വലിയ കുറ്റമാണോ? ഡാൻസ് ചെയ്യുന്ന കുറ്റമാണെങ്കിൽ ചേച്ചിയുടെ ഡാഡി ചേച്ചി ഡാൻസ് പഠിപ്പിക്കും. ഇല്ലല്ലോ. ഈ നൃത്തകല എന്ന് പറയുന്നത് ദൈവീകമാണ്. ഒരു കലാകാരിയായി ചേച്ചി അത് ഒരിക്കലും നശിപ്പിക്കരുത്. വാ ചേച്ചി പ്ലീസ്.